ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. നാളത്തെ പ്രൊമോയിലും നമ്മുടെ അനുമോൾ കരച്ചിൽ തന്നെയാണ്. പക്ഷെ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. കാരണം ഇപ്പം എല്ലാവരും അനുമോളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലൈവൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നാളെയും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനുമോൾ പ്രതിബിംബം ടാസ്കിലേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയുകയാണ്, പ്രതിബിംബത്തോട്ട് നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിന്നെ ഓർത്തിട്ട് എനിക്ക് പ്രൗഡ് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രതിബിംബത്തോടെ നോക്കിയിട്ട് പറയാണ്, നിന്നെ ഓർത്തിട്ട് പ്രൗഡ് തോന്നുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നത്തിനിടയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ടുള്ള ഫീലിലായിരിക്കും പ്രൗഡ് തോന്നുന്നു പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെവിനാണ് വരുന്നത്. നെവിൻ നല്ല ലുക്കിലായിട്ടൊക്കെ വരുന്നത്. നെവിൻ വന്നിട്ട് പറയാണ്, നീ ഒരു പുതിയൊരു നെവിനായി മാറിയിരിക്കുകയാണ്, പുതിയ മാറ്റം വന്ന ഒരു പുതിയൊരു നെവിനായി ഉത്ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ആ നെവിൻ്റെ കാര്യത്തിലും ശരിയാകാൻ ചാൻസ് ഉണ്ട്. കാരണം പുതിയൊരു നെവിനായി മാറി എന്നാണ് നെവിൻ പറയുന്നത്. അടുത്ത് കഴിഞ്ഞ് വരുന്നത് ഷാനവാസാണ്. ഷാനവാസ് വന്നിട്ട് പറയുകയാണ്, ഷാനവാസ് നിനക്ക് കുറേ പേടിയുണ്ടായിരുന്നു, നിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് നിൻ്റെ കരിയറിനെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ നിനക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇനി അതുണ്ടാവില്ല. ഈ ബിഗ് ബോസിൽ വന്നതോടെ അത് ആ ശങ്ക ഒഴിഞ്ഞു മാറി. നിന്നെ ഇനി ഒരു ഹെൽത്ത് ഇഷ്യൂസും നിൻ്റെ കരിയറിനെ ബാധിക്കില്ല എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൂറയാണ് വരുന്നത്. നൂറ വന്നിട്ട് പറയുന്നത്, താൻ ഓക്കെ അല്ലായിരുന്ന സമയത്ത് ഉണ്ടാവേണ്ടവരാരും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അനുമോളൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ടും സ്ട്രോങ് ആയി നിന്നു എന്നാണ് നൂറ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. നാളെ എന്തെങ്കിലുമൊക്കെ നടക്കും. വോട്ടിംഗ് റിസൾട്ട് മറക്കാതെ കാണുക. അതിലെ ലാസ്റ്റ് നിൽക്കുന്ന പൊസിഷനിലുള്ള ആൾക്കാരെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ.